സോ ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. സോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെ അടിക്കും. ഓക്കെ, വേണ്ടോ? ഞങ്ങൾ നാട്ടുകാരാണ് പറയും. നാട്ടുകാരാണ് ഗൈസ്, ഞങ്ങൾ ഇവിടുത്തെ ഒരു നാട്ടുകാരെ പറഞ്ഞാൽ മതി. ഓക്കെ, വേണ്ടോ? പാലക്കാട് എങ്ങനെയാണ്? എല്ലാം അടിപൊളിയാണ്. ഞങ്ങളവിടെ എല്ലാവരും നല്ല പരപ്പാണ്. എന്തൊക്കെ വേണ്ടത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേണം. ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വെച്ചിട്ട് വന്നാണ്. തന്നെയാ ബ്രിട്ടീഷ് പാലമുണ്ട്, എടറുണ്ട്. അത് കാണിച്ചു 2 മണിക്ക് അവിടെയുണ്ട്. അത് കനാലിന്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. കനാലിന്റെ മുകളിൽ കൂടെ പോണോ? നമുക്ക് ബൈക്ക് നിർത്താൻ പറ്റില്ല അല്ലേ? നടന്നു എല്ലാം നിർത്താലോ? നിർത്താൻ പറ്റില്ല. എവിടെയായിട്ടാണ് കറക്റ്റ്? ഇതാ കുനിപ്പുള്ളിയില്. ഇത് എന്റെ വീടിന്റെ തൊട്ട്. ഇതാണ് ബാബു മറ്റേ കയറിയില്ലേ സൂചിമല. ഇതാണ് ആ മല. ഇത് നേരെ കാണുന്ന മലയില്ലേ, അതാണ് ബാബു കയറിയ മല. ഞങ്ങള് കേറില്ല. നിങ്ങൾ കയറണ്ട. ഞങ്ങൾ വണ്ടിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. ഇത് ബാബു കയറിയ മല. അവന്റെ വീടിന്റെ അതിന്റെ ചുവടാണ് അതിന്റെ മല. ഇത് മൊട്ടമല എന്നും പറയും. അത് നമ്മൾ പറഞ്ഞ അവിടെ ഒരു തമ്പാട്ടി ഉണ്ട്, ദൈവമുണ്ട്. ഓക്കെ, നിങ്ങൾ വീഡിയോ കയറണം. അയക്കേ, ഞങ്ങള് ജസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ട്. യൂട്യൂബിലാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ പ്ലാൻ ഇല്ലാണ്ടിരുന്ന ഞങ്ങൾക്ക് പ്ലാനായി. വന്നു കഴിഞ്ഞാൽ കാഞ്ഞിരക്കൂടെ വന്ന് ബ്രിട്ടീഷ് പാലം പറഞ്ഞ ഏറ്റവും വലിയ പാലം അവിടെയുള്ളത്. പിന്നെ ഒന്നുള്ളത് ഇതാണ്. അതിൻ്റെ കൂടെ വെള്ളവും പോവും, മേലെ കൂടെ വണ്ടിയും പോവും. ഓക്കെ, അടുത്ത് ഇതാണ് ഉള്ളത് അല്ലേ? ഒന്ന് നമ്മുടെ ഇവിടുത്തെ, പിന്നെ ഒന്ന് തൊട്ടാണ് 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ആദ്യം അവിടെ പോയിട്ട് ഇങ്ങനെ പോവാം. വന്നോളൂ, ഞാനും വരാം. ഞങ്ങൾ അങ്ങനെ പോവാണ്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഒന്ന് കറങ്ങിയിട്ട് നിങ്ങളെ പോയിക്കോളൂ കേട്ടാ. ഓക്കെ, അപ്പോൾ പ്ലാൻ ഇല്ലാണ്ടിരുന്ന നമുക്ക് പ്ലാനായി. താങ്ക് യു കേട്ടോ. ശരി, അപ്പോൾ ഓക്കെ. സോ ഇനി ബൈക്ക് എടുക്കണം, ഗോപ്രോ മൗണ്ട് ഹെൽമെറ്റിൽ വെക്കണം. ഓക്കെ, ഗൈസ്, ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്നുമില്ലടേ, ഇതൊന്ന് കാണട്ടെ. പാടവും ഇവിടെ കേടാല് നമ്മൾ കറക്റ്റ് വഴി കൂടെ തന്നെയല്ലേ? അതെ അതെ ഗൈസ്, ഇവനെ വിശ്വസിക്കണ്ട കേട്ടോ. കൊച്ചുവയലാണ്. ഞാൻ എണ്ണ അടിച്ചിട്ടില്ല, വണ്ടി ഒരു കട്ടേ ഉള്ളൂ. എൻ്റെ ഒരു കട്ടേ ഉള്ളൂ, അടങ്ങ്.
സോ ഗൈസ് അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് പാലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ അവിടെ പോകണം. ഞാൻ ഈ അറ്റത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതാണ്. ഞങ്ങട്ട് വണ്ടി എടുത്തിട്ട് പോകണം. സോ അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ നടുക്കത്താണ്. യെസ് മോനെ, ബ്രിട്ടീഷ് പാലത്തിൻ്റെ നടുക്കത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സൈഡ് കണ്ടോ, ഇത് ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു വഴിയാണ്. ഓക്കെ, ആൻഡ് സെൻറ്ററിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഇത് വണ്ടിയൊക്കെ പോകാനുള്ള വഴിയാണ്. ഓക്കെ, ഇത് വണ്ടിയൊക്കെ പോകാനുള്ള വഴിയാട്ടോ. ഞാൻ ഇതേ പോടാ. ഓക്കെ, ഇത് വണ്ടിയൊക്കെ പോകാനുള്ള വഴിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ മറ്റൊരു എന്താ പറയുക, വെള്ളം മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, കനാല് കെട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാം. അതിൻ്റെ താഴെ പുഴ. അതായത് സംഭവം ഇവിടെ ഒരു ആർട്ടിഫിഷ്യലി കനാൽ ഉണ്ടാക്കിയിട്ട് ഒരു പാലം കെട്ടിയിട്ട് ആ പാലത്തിൻ്റെ മണ്ടയിലൂടെ വെള്ളം കൊണ്ടുപോവാണ്. അതാണ് സംഭവം. ഓക്കെ, ഇത് നടപ്പാതയാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ ഒരു നടപ്പാത ഉണ്ട്. ഈ ഒരു നടപ്പാത അങ്ങനെ പോവാം. ഓക്കെ, നടപ്പാത. അതായത് ഇവന്മാർ അന്ന് ബ്രിട്ടീഷുകാരന്മാർ കാണിച്ചു കൂട്ടിയേക്കുന്നത് എന്തായിരിക്കും, അവന്മാർക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ടാവും. എൻ്റെ ലെവൽ ഒരു വേറെ ലെവല് ഇതായിരുന്നു കേട്ടോ. അതായത് വേറെ ലെവല് എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റ്, ഒരു ഒന്നൊന്നര സാധനം. അതായത് ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു കനാലിലൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മേലെ ഒരു പാലം, ഇതിൻ്റെ താഴെ മറ്റൊരു പുഴ ഒഴുകുന്നുണ്ട്. അവന്മാർ അന്നേ വേറെ ലെവലിലായിരുന്നു ചിന്തിച്ചേ. സോ ഇനി എന്തായാലും 2-3 ഫോട്ടോസ് എടുക്കണം. ചെക്കനോടെ ഫോട്ടോ ഷൂട്ടിങ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2-3 ഫോട്ടോസ് എടുക്കുക, വീട്ടിലോട്ട് പോവാം. പിന്നെ ഇവിടെ പാലക്കാട്ടിലെ ആൾക്കാരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതായത് ഭയങ്കര സ്വീറ്റാണ്. ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടത്തില്ല. ഇവിടെ എന്താ സാധനം എന്നറിയാൻ പാടില്ല. ഓ വ്യൂ ഓ, എന്തിനാ കൊടുത്തേക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷെ സാധനം അടിപൊളിയാണ്. ഓക്കെ, ഇത് പിന്നെ എന്താ പറയുക, നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ക്രോസ് ചെയ്യുന്ന പാലം, നോർമൽ ഒരു പാലം പോലെയുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇടക്കിടക്ക് ഉണ്ടാവും. ഓക്കെ അല്ലേ, വ്ളോഗ് നിർത്തിയാലോ. ഇനി ഫോട്ടോ ഷൂട്ട്, ഒരു 2-3 ഫോട്ടോ എടുക്കുകയാണ്. ബൈ.